Hello guys, I'm Ahmed and welcome back to my channel Super Honest. നമ്മളാണ് സൂപ്പർ ഹീറോസ് സൂപ്പർ ഹീറോസ് സൂപ്പർ ഹേണസ്റ്റിൻ്റെ ഒരു പുതിയ മാർവൽ എല്ലാ സൂപ്പർ ഫാൻസിനും സ്വാഗതം. സോ അങ്ങനെ നമുക്ക് ഫൈനലി അവഞ്ചേഴ്സ് ഡോംസ്ഡേ ഒരു പുതിയ ടീസറും കൂടെ കിട്ടിയിരിക്കുകയാണ്. സോ ഈ ഒരു ടീസർ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ എക്സ്മെനെ ബേസ് ചെയ്തിട്ടാണ്. അത് മാത്രമല്ല, എക്സ്മെൻ്റെ ടീസർ കൂടാതെ മറ്റൊരു ടീസർ, അതായത് ഫാൻറ്റാസ്റ്റിക് ഫോറിനെ വക്കാണ്ടൻസിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ടീസർ ലീക്കായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. സോ അതെന്തായാലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടില്ലെന്ന് തന്നെ വിചാരിക്കുന്നു. എന്തായാലും അത് ഒഫീഷ്യലി വരട്ടെ, നമുക്ക് അപ്പം ചെയ്യാം. സോ ഇന്ന് നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ എക്സ്മെനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഡോംസ്ഡേ ടീസർ വന്നിരിക്കുകയാണ്. സോ എന്തൊക്കെ തന്നെയാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ DC കോമിക്സ് മൂവീസ് ഗെയിംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓസം ആൻഡ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിരിക്കുന്നത് അടുത്താണ് നമ്പറിലേക്ക് കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. സോ ഗൈസ്, ആദ്യം തന്നെ പറഞ്ഞോട്ടെ, എക്സ്മെൻ ഓഫ്കോഴ്സ് എക്സ്മെനെ നമ്മുടെ മാർവൽ ഡെഡ്പൂൾ ആൻഡ് വുൾവറീനിലൂടെ റീഎസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. ഓഫ്കോഴ്സ് കുറച്ച് ക്യാരക്ടേഴ്സിനെയും പിന്നീട് നമ്മുടെ ഡെഡ്പൂളിനെയും വുൾവറീൻ അല്ലെങ്കിൽ ലോഗനെയൊക്കെ കൊണ്ടുവന്നെങ്കിലും പോലും നമ്മുടെ ഫുൾ എക്സ്മെൻ ടീം ഇനിയൊന്നും അത് നമ്മൾ കണ്ടിട്ടില്ല. സോ എന്തൊക്കെ തന്നെയായാലും നമ്മൾ ഡൂംസ്ഡേയിൽ കാണാൻ പോകുന്നത് തീർച്ചയായിട്ടും കാണും. ആൻഡ് നമുക്ക് ബ്രേക്ക് ഡൗണിലേക്ക് കിടക്കാം. ആൻഡ് ഓഫ്കോഴ്സ് നമ്മളിപ്പോൾ ഏർലി 2K കിഡ്സിന് എക്സ്മെൻ തിരിച്ച് വരുന്നത്, മെയിൻ MCUയിലോട്ട് വരുന്നത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. അഫ്കോഴ്സ് നമ്മളെല്ലാം എൻ്റെയൊക്കെ ഒരു ചൈൽഡ്ഹുഡ് തിരിച്ചു വന്നു എന്ന് തന്നെ ഞാൻ പറയും. സോ എന്തൊക്കെ തന്നെയായാലും നമുക്ക് ബ്രേക്ക് ഡൗണിലേക്ക് കിടക്കാം. സോ ബ്രേക്ക് ഡൗൺ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ എക്സ്പാൻഷനാണ്. സോ അത് തകർന്ന് തരിപ്പണമായ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്താ പറയുക, ഒരു ബാറ്റിൽ നടന്ന് എന്തോ വലിയൊരു പ്രശ്നം അവിടെ നടന്നിട്ടുണ്ട്. വളരെയധികം മാസ് അല്ലെങ്കിൽ മാസീവ് ഡിസ്ട്രക്ഷൻ അവിടെ നടന്നതിൻ്റെ എന്താ പറയുക എല്ലാ ലക്ഷണങ്ങളും നമുക്ക് അവിടെ കാണാം. അവിടെ നമ്മുടെ മാഗ്നറ്റോടെ ഒരു വോയിസ് ഓവർ ഉണ്ട്. ആ വോയിസ് ഓവർ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, മരണം നമുക്ക് എല്ലാവർക്കുമായി വരും, പക്ഷേ അതിൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിനു വേണ്ടി റെഡിയാണോ എന്നുള്ളതാണ്. സോ അതിനെന്തായിരിക്കും അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു വലിയ സംഭവം അല്ലെങ്കിൽ ത്രെറ്റായിട്ട് അഫ്കോഴ്സ് ഡൂം ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആ ഒരു എക്സ്മെൻ യൂണിവേഴ്സിലേക്ക് നടന്നിട്ടുണ്ടാവണം. ഇതുവരേക്കും നമുക്കത് വ്യക്തമല്ല. ഇതുവരെ ഇറങ്ങിയ തോറിൻ്റെ ടീസർ ആയിക്കോട്ടെ, ക്യാപ്റ്റൻ അമേരിക്ക സ്റ്റീവ് റോജേഴ്സിൻ്റെ ടീസർ ആയിക്കോട്ടെ, അത് നമുക്കൊരു പരിധി വരെ നമുക്ക് എന്തൊക്കെയാണെന്ന് പ്രഡിക്റ്റ് ചെയ്യാം. ആൻഡ് ഓഫ്കോഴ്സ് തോറിൻ്റെത് അതിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ ഒരു പരിധി വരെ പ്രഡിക്റ്റ് ചെയ്യാം. പക്ഷേ എക്സ്മെൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു പ്രഡിക്റ്റ് ചെയ്യുന്നതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് ഗൈസ്. അതായത് അഫ്കോഴ്സ് നമുക്ക് അറിയത്തില്ല. നമ്മൾ അവസാനമായിട്ടൊരു എക്സ്മെൻ റെഫറൻസ് കണ്ടത് നമ്മുടെ ക്യാപ്റ്റൻ മാർവൽസിൽ നമ്മുടെ ബീസ്റ്റിനെ കണ്ടപ്പോഴും, പിന്നെ ഡെഡ്പൂൾ ആൻഡ് വുൾവറീൻ അതിൻ്റെ അവസാനം നമ്മളൊരു എക്സ്മെൻ്റെ ട്രിബ്യൂട്ടും കാര്യങ്ങളൊക്കെ കണ്ട്. സോ എന്തൊക്കെ തന്നെയായാലും നമ്മുടെ എക്സ്മെൻ ഒഫീഷ്യലി ഇപ്പോൾ MCUയിലോട്ട് വന്നിരിക്കുകയാണ്. ആൻഡ് അതെന്ന് വെച്ചാൽ പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ ഒരുപാട് ഷോട്ട്സാണ്, മാസീവ് ഡിസ്ട്രക്ഷനായിട്ട് അവിടെ എന്തോ വലിയ ഫൈറ്റ് നടന്നിരിക്കുന്നതെന്ന് നമുക്ക് ഇതിൽ നിന്ന് ഉറപ്പാണ്. സോ അവിടെ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് പോകുന്ന സമയത്ത് ആ പടിക്കെട്ടിൻ്റെ സൈഡിലായിട്ട് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ലൈറ്റ് കാണുന്നുണ്ട്, ഒരു നീല വെളിച്ചം. സോ ആ ഒരു നീല വെളിച്ചം എന്ന് പറയുന്നത് ആരെങ്കിലും അവരെ, അതായത് നമ്മളെ ചാൾസ് സേവിയറിനെയോ മറ്റോ തേടി വരുന്നതാകാം. പിന്നീട് നമ്മൾ കാണുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ മാസീവ് ഡിസ്ട്രക്ഷൻ എന്ന രീതിക്ക് നമ്മുടെ ആ ഒരു ബോർഡുണ്ടല്ലോ ഗൈസ്, അതായത് സേവിയർ സ്കൂൾ ഫോർ ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന് പറയുന്നത്, ആ ബോർഡൊക്കെ തറയിൽ വീണ് കിടക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ നമ്മുടെ ചാൾസ് സേവിയർ പ്രൊഫസർ എക്സ് ഈ ഒരു പുള്ളിക്കാരൻ്റെ വീൽ ചെയറിൽ വരുന്നതായിട്ടാണ്. ആ എക്സ് എന്ന് പറയുന്ന ആ വീൽ ചെയർ നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് ഒരു ചെസ്സിൻ്റെ ഒരു സംഭവം നമ്മൾ കാണുന്നു. അവിടെ എന്താ പറയുക, ഔട്ട് ഓഫ് ഫോക്കസിലായിട്ട് നമ്മൾ ഒരാളെ കാണുന്നുണ്ട്. ഒരാളെ കാണുന്നത് വെച്ചാൽ അത് വേറെ ആരുമല്ല, നമ്മുടെ മാഗ്നറ്റോ ആണ്. മാഗ്നറ്റോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ലോങ് ആയിട്ടുള്ള ഹെയർ ഉണ്ട്, നല്ല വയസ്സായിട്ടുണ്ട്. സോ മാഗ്നറ്റോ എങ്ങനെയാണ് ഈ ഒരു ഡൂംസ്ഡേ ഇത്ര ത്രെറ്റുകളെ ഫേസ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. എന്നാൽ പോലും ഐ തിങ്ക് ഹി ഹാസ് സം പവേഴ്സ്. പക്ഷേ
കണ്ടിട്ട് പുള്ളിക്കാരനെ കണ്ടിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട്. അതായത് പുള്ളിക്കാരൻ്റെ ഫേസ് കണ്ടിട്ട് എനിക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റുന്ന എൻ്റെ ഒരു മൈൻഡ് പറയുന്നത് വെച്ചാൽ ഐ തിങ്ക് ഹീ ഹാസ് സം മെമ്മറി ഇഷ്യൂസ് ആൻഡ് ഓൾ ദാറ്റ്. അത് ഉണ്ടാവണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പിന്നീട് നമ്മൾ പുള്ളിക്കാരൻ നമ്മുടെ ചാൾസ് സേവിയർ പ്രൊഫസർ എക്സിൻ്റെ അടുത്ത് കൈ വയ്ക്കുന്നതായിട്ടാണ് കാണുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ഈ ഒരു ചെസ് പീസ് എന്ന് പറയുന്നത് മെറ്റലാണ്. സോ ഈ പുള്ളിക്കാരൻ അതെടുത്ത് മൈൻഡ് കൺട്രോൾ ചെയ്ത് പൊക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സോ നമ്മുടെ ചാൾസ് സേവിയറും മാഗ്നറ്റോയും കൈ കൊടുക്കുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഈ ഒരു യൂണിവേഴ്സിൽ അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ എന്താ പറയുക, ഈ ഒരു എക്സ്മെൻ ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ ചാൾസ് സേവിയറും മാഗ്നറ്റോ എല്ലാം ഡൂംസ്ഡേയിൽ വരുന്നത്, മെയിൻ MCയിലോട്ട് വരുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അവിടെ ആ ഷോട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ പിന്നീട് കാണുന്നത് വെച്ചാൽ നമ്മുടെ സൈക്ലോപ്സിനെയാണ്. ഇവിടെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ സൈക്ലോപ്സ് പക്ക കോമിക് ആക്യുറേറ്റ് സൂട്ട് ആണ്. പക്ഷേ അതിലൊരു വ്യത്യാസമുണ്ട്. നമ്മുടെ കോമിക്സിൽ അല്ലെങ്കിൽ നിങ്ങൾ എക്സ്മെൻ്റെയൊക്കെ ഒരു ആനിമേറ്റഡ് സീരീസിലൊക്കെ കണ്ടിട്ടുണ്ടാകും. പുള്ളിക്കാരൻ നമ്മുടെ സൂപ്പർമാനെ പോലെ ഒരു അണ്ടർവെയർ, യെല്ലോ അണ്ടർവെയർ, സൂപ്പർമാൻ അതല്ല, ഒരു എന്ന് വെച്ചാൽ പാൻറ്റിൻ്റെ മുകളിലൊരു യെല്ലോ അണ്ടർവെയറാണ് നമ്മുടെ സൈക്ലോപ്സിൻ്റെ കോമിക് ആക്യുറേറ്റിലുണ്ട്. പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ബട്ട് ഇതൊരു പക്ക കോമിക് ആക്യുറേറ്റ് തന്നെയാണ്. അതിൽ നമ്മുടെ അവിടെ ഇപ്പോൾ ഒരു ബാറ്റിൽ വേൾഡ് പോലെയുള്ള സ്ഥലത്ത് നമ്മുടെ സൈക്ലോപ്സ് ഒറ്റയ്ക്ക് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. സൈക്ലോപ്സ് ഒറ്റയ്ക്ക് നിൽക്കുന്ന ആ ഒരു സമയത്ത് പുള്ളിക്കാരൻ്റെ ഐവെയർ എടുത്ത് മാറ്റിയിട്ട് പുള്ളിയുടെ എല്ലാ പവേഴ്സും അൺലീഷ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. സോ ഇവിടെ എന്തെങ്കിലും ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ആ ഒരു പവർ റിലീസ് ചെയ്യുന്ന സമയത്ത് ചുറ്റും നിൽക്കുന്ന എല്ലാവർക്കും അത് എത്രത്തോളം പവർഫുൾ ആയിക്കോട്ടെ അവരെല്ലാം ഇതാക്കേണ്ട കാര്യം എന്താ പറയുക, ഇതാക്കേണ്ട ഒരു ഇതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നശിപ്പിക്കാനുള്ളൊരു പവർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എന്തൊക്കെ തന്നെയായാലും സൈക്ലോപ്സിൻ്റെ അവിടെ ചുറ്റും നോക്കുമ്പോൾ എന്തോ ഒരു വലിയ നാശനഷ്ടം നടന്നിട്ടുണ്ട്. അത് ദാറ്റ്സ് ഫോർ ഷുവർ. സോ എന്തൊക്കെ തന്നെയായാലും അവിടെ വെച്ചാൽ ടീസർ അവസാനിക്കുകയാണ്. എന്നിട്ട് നമ്മൾ കാണുന്നത് വെച്ചാൽ ദി എക്സ്-മെൻ വിൽ റിട്ടേൺ ഇൻ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ. നമ്മൾ ഒരു മാർവൽ ഫാൻസും പ്രതീക്ഷിച്ചതല്ല നമ്മുടെ മെയിൻ MCയിലോട്ടൊന്നും എക്സ്മെനൊക്കെ വരുമെന്നുള്ളത്. ആൻഡ് വാട്ട് എ ടൈം ടു ബി അലൈവ്, അവഞ്ചേഴ്സ് എക്സ്മെനൊക്കെ വന്നിരിക്കുകയാണ്. ആൻഡ് പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ ഒരു കൗണ്ട് ഡൗൺ ആണ്. കൗണ്ട് ഡൗണിൽ ദിവസങ്ങൾ മാറിൻ്റെ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. സോ എന്തൊക്കെ തന്നെയായാലും ഈ ഒരു ടീസർ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ടീസർ തന്നെയായിരുന്നു. എന്താ പറയുക, നല്ലൊരു എന്ന് വെച്ചാൽ ഒരുപാട് ഹൈ മൊമെൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഒരു പ്രോപ്പർ ഫാൻ സർവീസിനുള്ള സാധനങ്ങളെല്ലാം ഇതിലുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് അതിൽ ആ ഒരു സൈക്ലോപ്സിൻ്റെ ഒരു ഷോട്ട് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ആ ഒരു നമ്മുടെ പ്രൊഫസർ എക്സിനെയൊക്കെ കാണിച്ച ആ ഒരു ഷോട്ടാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ് പ്രൊഫസർ എക്സ്. ആ മാഗ്നറ്റ് ആൻഡ് ഓഫ് കോഴ്സ് എനിക്ക് ആ ഒരു സിനിമാറ്റോഗ്രാഫി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേസ്. അതായത് ആ ഒരു എന്താ പറയുക, നമ്മുടെ എക്സ്മെൻ്റെ ആ മാൻഷൻ ഉണ്ടല്ലോ, അവിടെ വന്നിട്ട് ഈ ഒരു സംഭവം, അതായത് അതെല്ലാം തകർന്ന് കിടക്കുന്നത്, അതെന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ട് അവർ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഗൈസ് ഇനിയും ടീസേഴ്സൊക്കെ വരാറുണ്ട്. ഇനി എൻ്റെ ഒരു അറിവിൽ ഇനി ഒരു ടീസറും പിന്നെ ഒരു മെയിൻ ട്രെയിലറും വരണം. എന്തൊക്കെ തന്നെയാണ് അവർ ഗ്യാപ്പിട്ടാണ് ചെയ്യുന്നത്. എന്തൊക്കെ തന്നെയായാലും ഗൈസ് ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുണ്ടായിരുന്നത്. സോ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടാം. അതൊരു സൂപ്പർ ഹീറോസ്.